എന്തൊക്കെയാണ് പറയുന്നേ? എന്തൊക്കെയാ കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ. ഹായ് ഹലോ ഗായ്സ്, ഇവരൊക്കെ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അയ്യോ, ഇവരുമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഇപ്പം കണ്ട് പരിചയപ്പെട്ടുള്ളൂ കേട്ടോ. എന്നെ കണ്ടിട്ട് എന്നെ വിടാതെ തന്നെ പിടിച്ചോണ്ടിരിക്കുകയാണ്. എൻ്റെ ദൈവമേ, ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കണോ? അയ്യോ, ഇല്ല എല്ലാവരും ഒരു ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കട്ടെ. ചെല്ല് കുഞ്ഞാറ്റിന്റെ പുറകെ ചെന്നു. നമ്മുടെ ജെറിയല്ല, ചിരി പോകുന്നല്ലേ? ആ ശരിയാ. കണ്ടോ, അവനോട് എന്താ അറിയ പറഞ്ഞത്, അധികം കളിക്കാൻ നിൽക്കണ്ട എന്റെയാന്ന്. അത് തന്നെ പ്രൊട്ടക്ഷനായി നടക്കുവന്നേ. അത് അയാളെ ഓടിച്ച് പട്ടീനെ, ഓടാ പട്ടീന്ന് പറഞ്ഞിട്ട്. എടാ, നിന്റെ കോഴി ഉണ്ടായിരുന്നവളെവിടെ? ആ വൈറ്റ് കുഞ്ഞാറ്റാ, ആ വൈറ്റ് എവിടെ? പാവം അമ്മേ. മാറി നിന്നിട്ട് കൊടുക്കും ഞാറ്റി. എന്നാ ചാടിപ്പോണു, പതുക്കെ തിന്നാ മതി. ചായ പോവാനോ? ഓ, മുഴുവൻ തിന്നണേ. ആരാ തുറന്നുകൂടി അതും കൂടി തിന്നെ. ഗായ്സ്, ഇപ്പം ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, രണ്ടുപേരുണ്ടായിരുന്നു. ആ ചേട്ടന്മാരെ ഇവൻ എന്നോ എന്തോ ചെയ്യാൻ വരുമെന്ന് ഓർത്തിട്ട് അവരെ ഓടിച്ചു കേട്ടോ. അതുകൊണ്ട് അവരെ കാണുന്നില്ല. ചേട്ടനെ കുറ്റം പറയാൻ പറ്റില്ല, ഇവരെന്തോ ചെയ്യുമെന്ന് ഓർത്തിട്ട് അമ്മേ. പെട്ടെന്ന് വന്ന് കടിക്കുമ്പോൾ പേടിച്ച് പോകുമല്ലോ, തെരുവുനായ്ക്കളായതുകൊണ്ട് തന്നെ. നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ആണെങ്കിൽ നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ നിങ്ങൾ അവർക്ക് ചെയ്ത് കൊടുക്കുക ഗൈസ്. പരമാവധി വീട്ടിൽ കൊണ്ട് നമ്മൾ വളർത്തിയില്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ കാണുമ്പോൾ ബിസ്ക്കറ്റ് എങ്ങനെ നമ്മൾ വാങ്ങിക്കൊടുക്കുക, ഓരോ വിശപ്പ് മാത്രം. അതാ ഇപ്പോഴാണ് അവള് വരുന്നത്.